എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഭാരതമാതാവ് വലിയ ഒരു വിവാദ വിഷയം ആയിരിക്കുകയാണല്ലോ. അതിനെതിരെ ഭാരതമാതാവിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ അംഗീകരിക്കുന്നത് ഭരണഘടനയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ DYFI യുവജനങ്ങളും SFI വിദ്യാർത്ഥികളും ഒക്കെ കൂടെ തെരുവിൽ മുഴുവൻ അക്രമങ്ങളും ബഹളങ്ങളും ഘോരഘോരം മുദ്രാവാക്യങ്ങളും ഒക്കെ വിളിച്ചത്. അവർ പറയുന്നത് ഞങ്ങൾക്ക് കാവി പിടിച്ച പതാക പിടിച്ച ഭാരതമാതാവിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ ഭാരതമാതാവ് എന്ന സങ്കല്പം പോലും അംഗീകരിക്കുന്നില്ല, അമ്മ എന്ന സങ്കല്പ രാഷ്ട്രത്തെക്കുറിച്ച് പറയുക എന്നുള്ളത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. പക്ഷെ ഞങ്ങൾ അംഗീകരിക്കുന്നത് ഭരണഘടനയാണ്. കാരണം ഇപ്പം ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നൊരു പാർട്ടിയാണല്ലോ, അപ്പോൾ ഭരണഘടന അംഗീകരിക്കുന്നില്ല എന്നവർക്ക് പറയാൻ കഴിയില്ല. ഭരണഘടനയിലെ ആശയങ്ങളോ തത്വങ്ങളോ ഒന്നും അവർക്ക് സ്വീകാര്യമായിട്ടല്ല, പക്ഷെ നിയമപരമായി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാകുമ്പോൾ അത്രയെങ്കിലും പറയണ്ടേ. പക്ഷെ അവരറിയാതെ പോയ ഒരു കാര്യം, ഈ വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് എന്ന് പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ. കാരണം അത് ഇതിൽ കൂടുതൽ ഹിന്ദുത്വമുള്ള കാവ്യവൽക്കരണം കൊണ്ട് നിറഞ്ഞതാണ് ഭരണഘടന എന്നുള്ളത് അറിയാതെ പോയതാണ്. ഇവർ ഭരണഘടന പിടിച്ചു എന്ന് പറയുമ്പോൾ സത്യത്തിൽ അത് തുറന്നു നോക്കിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ പറയാൻ ശ്രമിക്കുന്നത്, ഈ ഭരണഘടനയ്ക്കുള്ളിൽ അതിൻ്റെ അടിസ്ഥാനമായി നമ്മുടെ ഭരണഘടനാ ശില്പികൾ, അതിനകത്ത് ആരും RSSകാരുണ്ടായിരുന്നില്ല. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ അംബേദ്കർ, സർദാർ പട്ടേൽ, KM മുൻഷി, പിന്നെ എല്ലാ മതവിഭാഗങ്ങളുടെയും പ്രതിനിധികൾ, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രതിനിധികൾ, ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ മുഴുവൻ ഭാരതത്തെയും പ്രതിനിധീകരിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണഘടനാ നിർമ്മാണ സഭയായിരുന്നു അതിനുള്ളിലുണ്ടായിരുന്നത്. ആ സഭയുടെ അംഗങ്ങൾ എന്ന് പറയുന്നത്, അതിൽ RSSകാർ എന്ന് പറയുന്ന ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഭരണഘടനയിലെ ഈ ചില വിവരണങ്ങൾ അത് RSSകാരെ തിരികെ കയറ്റിയതാണ് എന്ന് കരുതേണ്ടതില്ല, തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. 2 കാര്യമാണ് ഭരണഘടനയുടെ അടിസ്ഥാനമായിട്ട് ഭരണഘടനാ ശില്പികൾ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, ഈ മുഴുവൻ ഭാരതത്തിൻ്റെയും ഭരണഘടന, മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഭരണഘടന, ആ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ എന്തായിരിക്കണം, അടിസ്ഥാന വീക്ഷണങ്ങൾ എന്തായിരിക്കണം, പ്രപഞ്ച വീക്ഷണം എന്തായിരിക്കണം എന്നുള്ളതാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്ന്, അതിനകത്ത് 22 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ 22 ചിത്രങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ചില ചിത്രങ്ങൾ, ചിലത് നമ്മുടെ ആധുനിക സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചരിത്രപരമായ ചിത്രങ്ങളാണ്. അതുകൊണ്ട് അത് വിശദീകരിക്കേണ്ടതില്ല. കാരണം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെക്കുറിച്ച് ബ്രിട്ടീഷുകാരുടെ കാലം മാത്രമല്ല, അതിന് തൊട്ട് മുൻപുള്ള മുഗളന്മാരുടെ കാലഘട്ടത്തെയും ഒക്കെ പ്രതിനിധീകരിക്കുന്ന സ്വാതന്ത്ര്യ സമരവും സംഘർഷവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഉണ്ട്. അത് ഞാൻ വിശേഷം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ ഭരണഘടന അടിസ്ഥാന തത്വമായി ഭാരതത്തിൻ്റെ വിശാലമായ ചരിത്ര പാരമ്പര്യത്തെ മുഴുവൻ അടയാളപ്പെടുത്തുന്ന അതാണ് ബഹുഭൂരിപക്ഷം ചിത്രവും. ആ ചിത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഞാൻ പറയാം. ഒന്ന്, മൊഹൻജദാരോ ഹാരപ്പൻ സംസ്കാരം നമ്മൾ കണ്ടെടുത്തു എന്ന് പറയുന്നുണ്ട്. ഈ സിന്ധു നദീതട സംസ്കാരത്തിന് അനേകായിരം വർഷങ്ങൾക്ക് മുൻപുള്ളതാണ് മൊഹൻജദാരോ ഹാരപ്പൻ സംസ്കാരം. സിന്ധു നദീതട സംസ്കാരമല്ല ആദ്യത്തേത്, അതിനും പഴക്കമുള്ളതാണ് മൊഹൻജദാരോ. ആ മൊഹൻജദാരോ സംസ്കാരത്തിൻ്റെ അഥവാ അവിടുത്തെ നാഗരികതയുടെ അടയാളമായി ഭരണഘടനയിൽ വരച്ചു ചേർത്തിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് വേദകാല പശു ഉണ്ടല്ലോ, പശുപതി എന്ന് പറയുന്നത് ശിവന്റെ ഒരു സങ്കല്പമാണ്, ഭഗവാൻ പരമേശ്വരന്റെ സങ്കല്പമാണ്. അതിൽ പശു ആരാധന എന്നുള്ളത് ഈ ആധുനിക കാലത്ത് RSSകാരുണ്ടാക്കിയൊരു ഏർപ്പാടല്ല എന്നർത്ഥം. ആ വേദകാലത്തിനും അതിനും മുന്നേ എന്ന് വേണമെങ്കിൽ പറയാവുന്ന മൊഹൻജദാരോ ഹാരപ്പൻ കാലഘട്ടത്തിൽ ഉള്ള സംസ്കാരത്തിൻ്റെ അടയാളമായി പശുവിനെയാണ് ഈ ഭരണഘടനയിൽ വരച്ചു ചേർത്തിരിക്കുന്ന ഒരു ചിത്രം. ഒരു പക്ഷേ ആദ്യത്തെ ചിത്രവും അതുതന്നെയാണ്. ഇത് ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നവർക്ക് ഈ പശുവിൻ്റെ സംസ്കാരം, ഗോമാതാവ് എന്ന സങ്കല്പം സ്വീകാര്യമാണോ എന്നുള്ളത് അവരാണ് പറയേണ്ടത്. ഞാൻ ആ തർക്കത്തിലേക്ക് പോകുന്നില്ല. രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് വേദകാല
ഗുരുകുലത്തിൻ്റെ ചിത്രമാണ്. വൈദിക ഗുരുകുലം ഉണ്ടല്ലോ, ആശ്രമങ്ങൾ, ഋഷിമാരുടെ ആശ്രമങ്ങൾ, ഗുരുകുലത്തിൻ്റെ ചിത്രമാണ് രണ്ടാമത്തേത്. അത് വേദകാല ഗുരുകുല ആശ്രമത്തെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിക്കുന്നുണ്ടോ, അവർ വേദകാലത്തെ ആദരിക്കുന്നുണ്ടോ, അംഗീകരിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ അവരെങ്ങനെ ഭരണഘടനയെ സ്വീകരിക്കും എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അത് അവർ ഉത്തരം പറയേണ്ടതാണ്. മൂന്നാമതൊരു ചിത്രം സീതയെ അവർക്കൊട്ടും സ്വീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. സീതയെ രാവണന്റെ കസ്റ്റഡിയിൽ നിന്നും വീണ്ടെടുത്ത് പുഷ്പക വിമാനത്തിൽ തിരിച്ച് അയോധ്യയിലേക്ക് വരുന്ന വിമാനത്തിൽ വരുന്ന ചിത്രമാണ്. പുഷ്പക വിമാനത്തിൽ വിമാനം അംഗീകരിക്കുന്നുണ്ടോ, രാമനെ അംഗീകരിക്കുന്നുണ്ടോ, സീതയെ അംഗീകരിക്കുന്നുണ്ടോ, അയോധ്യയെ അംഗീകരിക്കുന്നുണ്ടോ, ഇതൊക്കെ ഭരണഘടന പൊക്കിപ്പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ പറയേണ്ട വിശദീകരണങ്ങളാണ്. ആ രാമന്റെ ചിത്രമാണ് മറ്റൊന്ന് കൊടുത്തിരിക്കുന്നത്. വേറെ ഒരു ചിത്രം ഗീതോപദേശത്തിൻ്റെ ചിത്രമാണ്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനന് ഉപദേശിക്കാൻ നിൽക്കുന്ന തേരിൽ, രഥത്തിൽ ഉപദേശം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ആ ഗീതോപദേശത്തിൻ്റെ ചിത്രമാണ് മറ്റൊരു ചിത്രം. ഭഗവത്ഗീത അംഗീകരിക്കാൻ കഴിയുമോ? അംഗീകരിക്കാത്തവർ, ഭഗവത്ഗീത അംഗീകരിക്കാത്തവർ, ഭഗവാൻ കൃഷ്ണനെ അംഗീകരിക്കാത്തവർ, മഹാഭാരതത്തെ സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത, ഇതിഹാസങ്ങളെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്തവർ ഭരണഘടനയെ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാനമായി വരച്ചു ചേർത്തിരിക്കുന്ന ഗീതോപദേശത്തിനെ നിങ്ങൾക്ക് എങ്ങനെ സ്വീകരിക്കാൻ കഴിയും? ഗീതോപദേശത്തിനെ സ്വീകരിക്കാൻ കഴിയാത്ത, രാമനെ സ്വീകരിക്കാൻ കഴിയാത്ത നിങ്ങൾ എങ്ങനെയാണ് ഭരണഘടനയെ അംഗീകരിക്കുന്നത്? ഭാരതമാതാവിനെ അല്ല നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നത്, അത് ഭരണഘടനയിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ പറയുന്നത് ഭരണഘടനയിൽ ഉള്ള കാര്യം ഞാനീ പറയുന്നത്. ഭാരതമാതാവ് ഭരണഘടനയിൽ വരച്ചു ചേർക്കപ്പെട്ട ചിത്രമല്ല, ആയിക്കോട്ടെ, അതുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കേണ്ട. അങ്ങനെയാണ് ഭരണഘടനയിൽ വരച്ചു ചേർത്ത ഈ ചിത്രങ്ങൾ നിങ്ങൾ അംഗീകരിക്കുമോ? ഈ ചിത്രങ്ങളും അതിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ ചരിത്രവും നിങ്ങൾ സ്വീകരിക്കുമോ? അത് പറയേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇരിക്കട്ടെ, മറ്റൊരു ചിത്രം ശ്രീബുദ്ധൻ്റെ ചിത്രമാണ്. ബുദ്ധനും ശിഷ്യനും കൂടി ഇരിക്കുന്ന ഒരു ചിത്രമാണ്. ബൗദ്ധ കാലഘട്ട മതത്തെ ഒന്നിനെ അംഗീകരിക്കാൻ സമ്മതമല്ലാത്ത, ഒരു മതവും പാടില്ല എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് ബുദ്ധമതം സ്വീകാര്യമാണോ? ആ ബുദ്ധൻ്റെയും ശിഷ്യന്മാരുടെയും ചിത്രം അംഗീകരിക്കാൻ കഴിയുമോ? വേറെ ഒരു ചിത്രം മഹാവീരൻ്റേതാണ്. ജിനദേവൻ്റെ, ജൈനമതത്തിൻ്റെ ആചാര്യനായ മഹാവീര ദേവന്റെ ചിത്രമാണ് മറ്റൊരു ചിത്രം ഭരണഘടനയിലുള്ളത്. ആ ജൈനമതത്തിനെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുമോ? അംഗീകരിക്കാൻ കഴിയും. സ്വീകരിക്കേണ്ടതില്ല, അംഗീകരിക്കാൻ കഴിയുമോ എന്നുള്ളത് പറയേണ്ടതാണ്. വേറെ ഒരു ചിത്രം അശോകന്റെ, ചക്രവർത്തി അശോകന്റെ, മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ബുദ്ധമത പ്രചാരം നടത്തിയ അശോക ചക്രവർത്തിയുടെ ചിത്രമാണ് വേറെ ഒരു ചിത്രം അതിനുള്ളിലുള്ളത്. ഇതുകൂടാതെ ബുദ്ധമത പ്രചാരം നടത്തുന്ന ബുദ്ധമത അനുയായികള്, ബുദ്ധമത പ്രചാരകര്, ബുദ്ധമത സന്യാസികൾ ലോകം മുഴുവൻ സഞ്ചരിച്ച് ബുദ്ധമത പ്രചാരം നടത്തുന്നതിൻ്റെ ഒരു ചിത്രം ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് കോപ്പിയിൽ വരച്ചു വെച്ചിട്ടുണ്ട്. അംബേദ്കറും നെഹ്റുവും അബ്ദുൽ കലാം ആസാദും ഒക്കെ അടക്കമുള്ളവർ. അതുകൊണ്ട് ഇത് എങ്ങനെ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയും എന്നുള്ളത് നിങ്ങൾ പറയണം. ഭരണഘടന ഭാരതമാതാവിനെ സ്വീകരിക്കാൻ തയ്യാറല്ലാത്തവർ ഇതിനെ മുഴുവനും കൂടി എങ്ങനെ സമ്മതിക്കും, എങ്ങനെ സ്വീകരിക്കും എന്നുള്ളത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. മറ്റൊന്ന് ഗുപ്ത കാലഘട്ടത്തിൻ്റെ ഒരു ചിത്രമാണ് വേറെ ഒരു ചിത്രം ഭരണഘടനയിലുള്ളത്. വേറെ ഒന്ന് വിക്രമാദിത്യ സഭ, നമ്മൾ കേട്ടിട്ടുണ്ട്, നവരത്നങ്ങൾ, വരരുചിയൊക്കെ അടക്കമുള്ള നവരത്നങ്ങൾ, പണ്ഡിത മഹാസഭയുള്ള വിക്രമാദിത്യ സഭയാണ്, പണ്ഡിത സഭയാണ്, അല്ലെങ്കിൽ മന്ത്രിസഭയാണ് മറ്റൊരു ചിത്രമായിട്ട് ഇതിൽ വരച്ചു വച്ചിരിക്കുന്നത്. വേറെ ഒന്ന് നളന്ദ സർവകലാശാലയുടെ ചിത്രമാണ്. ഈ നളന്ദ സർവകലാശാലയുടെ മുദ്രാവാക്യം തന്നെ ലോകത്തിലെ എല്ലാ കൊള്ളാവുന്ന ആശയങ്ങളും എന്നിലേക്ക് പ്രവഹിക്കട്ടെ എന്ന മുദ്രാവാക്യമാണ് അവരുടെ മുദ്രാവാക്യം തന്നെ. ലോകത്തിലെ എല്ലാ നല്ല ആദർശങ്ങളും ആശയങ്ങളും എന്നിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആ മുദ്രാവാക്യത്തോടു കൂടിയ നളന്ദ സർവകലാശാലയാണ് വേറെ ഒരു ചിത്രം. മറ്റൊന്ന് വളരെ ഇവർക്ക് ഒട്ടും സഹിക്കാൻ കഴിയാത്ത മറ്റൊന്ന് ഒറീസയിലെ ശില്പങ്ങളുണ്ട്. ആ ശില്പങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതിഹാസങ്ങളും പുരാണങ്ങളും ദേവതകളെയും ഒക്കെയാണല്ലോ ഒറീസയിലെ ശില്പങ്ങൾ എന്ന് പറഞ്ഞ് ഈ ശിലാശില്പങ്ങളാക്കി വച്ചിരിക്കുന്നത്. അതെങ്ങനെ അവർക്ക് സ്വീകരിക്കാൻ കഴിയും? വേറെ ഒന്ന് അവർക്ക് ഒട്ടും സഹിക്കാൻ സാധ്യതയില്ലാത്ത ഒന്നാണ് നടരാജ നൃത്തം. നടരാജ നൃത്തം എന്ന് പറഞ്ഞാൽ നടരാജൻ ശിവനാണ്. ഭഗവാൻ പരമേശ്വരൻ്റെ താണ്ഡവ നൃത്തത്തിനെയാണ് നടരാജ നൃത്തം എന്ന് പറയുന്നത്. എങ്ങനെ സഹിക്കും കമ്മ്യൂണിസ്റ്റുകാരാ നിങ്ങൾ ഇതിനെ?
നിങ്ങൾ ഒരു ചിത്രത്തിനെ, ഒരു ഭാരതമാതാവിൻ്റെ ഒരു ചിത്രത്തിനെ തിരസ്കരിക്കുന്ന നിങ്ങൾ ഈ ഭരണഘടനയിലെ ഈ ചിത്രങ്ങളെ മുഴുവൻ നിങ്ങൾക്ക് എങ്ങനെ താങ്ങാൻ കഴിയും? ശിവനെ, നടരാജ നൃത്തത്തിനെ, ഈ പറയുന്ന നടരാജ നൃത്തത്തിനെ, താണ്ഡവ നൃത്തത്തിനെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുമോ? അത് നിങ്ങളാണ് പറയേണ്ടത്. മറ്റൊന്ന്, ഒറീസയിലെ ശില്പം ഞാൻ പറഞ്ഞത് ഒറീസയിലെ ക്ഷേത്രങ്ങളുടെ ശില്പമാണ് കേട്ടോ, അല്ലാതെ വെറുതെ ഏതെങ്കിലും ശില്പികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏതെങ്കിലും ശില്പങ്ങളോ അല്ലെങ്കിൽ പ്രതിമകളോ അല്ല. ക്ഷേത്ര ശില്പങ്ങളാണ്, ഒറീസയിലെ ക്ഷേത്രത്തിൻ്റെ ശില്പങ്ങളാണ് അതിലുള്ളത്. വേറെ ഒന്ന്, കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ലോകപ്രസിദ്ധി ആർജിച്ച, കാരണം ചൈനയുടെ സർവാധിപതി വന്നപ്പം മോദി, ഭാരത പ്രധാനമന്ത്രി, അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോയത് തമിഴ്നാട്ടിലെ ഒരു പ്രാചീന ക്ഷേത്രത്തിൻ്റെ മുറ്റത്തേക്കാണല്ലോ, മഹാബലിപുരം ക്ഷേത്രം. ആ മഹാബലിപുരം ക്ഷേത്രത്തിൻ്റെ ചിത്രമാണ് വേറെ ഒരു ചിത്രമെന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെയും ആ ക്ഷേത്രത്തിൽ ചിത്രീകരിച്ചു വെച്ചിരിക്കുന്ന ശില്പങ്ങളുടെയും ചിത്രങ്ങളുടെയും ഒക്കെ സവിശേഷത, ആകാശഗംഗയെ തപസ് ചെയ്ത് ഭൂമിയിലെ ഗംഗയാക്കി മാറ്റിയ ഭഗീരഥൻ ഈ ഗംഗയെ പ്രാർത്ഥിച്ചും തപസ് ചെയ്തും ഭൂമിയിലേക്ക് എഴുന്നള്ളിക്കുന്ന ചിത്രീകരണമാണ് മഹാബലിപുരത്തുള്ളത്. ഗംഗയെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുമോ? ഗംഗാ മാതാവ് സ്വീകരിക്കാൻ കഴിയുന്നതാണോ? ഭഗവാൻ പരമേശ്വരൻ സ്വീകരിക്കാൻ കഴിയുന്നതാണോ? ഇതിഹാസ കഥാപാത്രമായ ഭഗീരഥൻ സ്വീകരിക്കാൻ കഴിയുന്നതാണോ? പറയേണ്ടത് നിങ്ങളാണ് എന്നർത്ഥം. അതുപോലെ ഈ പിന്നീട് വരുന്ന ചിത്രങ്ങളൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ശിവജിയുടെയും ഗുരുഗോവിന്ദ സിംഹൻ്റെയും ഒക്കെ അടക്കമുള്ള നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട അത്തരം ചിത്രങ്ങളാണ് പിന്നീടുള്ളത്. ഞാൻ ചോദിക്കുന്നത്, ഈ ചിത്രങ്ങൾ ഈ രണ്ടാമത് ചരിത്രപരമായ ഈ അക്ബറുടെയോ അല്ലെങ്കിൽ ഗുരുഗോവിന്ദ സിംഹൻ്റെയോ ഛത്രപതി ശിവജിയുടെയോ മഹാത്മാഗാന്ധിയുടെയോ ഒക്കെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയുന്നതാണ്. കാരണം സ്വാതന്ത്ര്യ സമര കാലത്ത് അക്ബറുടെ ചിത്രം സ്വാതന്ത്ര്യ സമരത്തിൽ അക്ബർ പങ്കെടുത്തു എന്ന അർത്ഥത്തിലല്ല. മുഗള ഭരണകാലഘട്ടത്തെ 1526 ബാബർ ആക്രമിച്ചു വന്ന് 19-ാം നൂറ്റാണ്ടിലേക്ക് അല്ലെ 19-ാം നൂറ്റാണ്ട് വരെ എത്തി നിന്ന മുഗള ഭരണത്തെ അടയാളപ്പെടുത്താൻ, അതിൽ എല്ലാം ക്രൂരന്മാരാണ്, താരതമ്യേന ക്രൂരത കുറഞ്ഞ ഒരാളിനെ ആ ചരിത്ര കാലഘട്ടത്തെ അടയാളപ്പെടുത്താൻ അക്ബറിനെ കാണിച്ചു എന്ന് മാത്രം. അതുപോലെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന ഝാൻസി റാണിയുടെ ചിത്രം വെച്ചപ്പോൾ അബദ്ധവശാൽ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യുന്നതാണ് സ്വാതന്ത്ര്യ സമരം എന്ന് ഒരു ധാരണയിൽ ടിപ്പുവിൻ്റെ ചിത്രവും വരച്ചു വെച്ചിട്ടുണ്ട്. ഈ അക്ബറുടെയും ടിപ്പുവിൻ്റെയും ചിത്രം അത് കഴിച്ചാൽ ബാക്കി 22ഉം ഭാരതത്തിൻ്റെ ഈ സാംസ്കാരികവും ചരിത്രപരവുമായ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള ചിത്രങ്ങളാണ്. മറ്റേ 2 ചിത്രം ഈ ചരിത്രപരമായ സാഹചര്യത്തെ അടയാളപ്പെടുത്തുന്നതാണ്. ഇത് സ്വീകരിക്കാൻ തയ്യാറാണോ? ഒരു ഭാരതമാതാവിൻ്റെ ചിത്രം സ്വീകരിക്കാൻ കഴിയാത്ത കമ്മ്യൂണിസ്റ്റുകാർ ഈ 20 ചിത്രം തൊട്ട് 15-ലധികം ചിത്രങ്ങൾ സ്വീകരിക്കാൻ, അത് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അത് അംഗീകരിക്കാതെ നിങ്ങൾ എങ്ങനെയാണ് ഭരണഘടനയെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ കൊള്ളാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിലും കടുപ്പപ്പെട്ട കാര്യമാണ്. അത് ഓരോന്നായിട്ട് പറയാം, കാരണം അത് കുറച്ച് കൂടുതലുണ്ട്. ഒന്ന്, ഭാരതത്തിൻ്റെ ഔദ്യോഗിക മുദ്രാവാക്യങ്ങളുണ്ടല്ലോ. ഭാരതത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഒത്തിരിയുണ്ട്. അതുകൂടാതെ തന്നെ ഭാരതത്തിൻ്റെ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളും ഭാരത സർക്കാർ നേരിട്ട് നടത്തുന്ന സ്ഥാപനങ്ങളും, ആ സ്ഥാപനങ്ങളുടെ മുഴുവൻ പറയാൻ പറ്റില്ല, കാരണം അത് ഒത്തിരിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് കുറച്ചെണ്ണം മാത്രം പറയാം. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും IIT-കളുടെയും ഒക്കെ മോട്ടോ പറയാൻ പോയെന്നാൽ ഇന്ന് എത്ര മണിക്കൂർ പറഞ്ഞാലും തീരില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ചിലത് മാത്രം പറയാം. ഇതാണ്. ഒന്ന്, ഭാരത സർക്കാരിൻ്റെ മുദ്രാവാക്യം. അതായത് ഔപചാരികമായി ഭാരതത്തിൻ്റെ മുദ്രാവാക്യം, ലോകത്തിനുള്ള അതിൻ്റെ മുദ്രാവാക്യം എന്താണെന്നറിയുമോ? സത്യമേവ ജയതേ എന്നുള്ളതാണ്. അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളിലുള്ള രൂപ നോട്ടോ നാണയമോ എടുത്തെന്നാൽ അതിലൊരു അശോകസ്തംഭമുണ്ട്. അത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നതല്ല. കാരണം അത് സാരനാഥിലെ അശോകസ്തംഭമാണ്. ബുദ്ധമതത്തിൻ്റെ ഒരു അടയാളമായിട്ട് അശോകൻ്റെ ഒരു ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ അശോകസ്തംഭം എന്ന് പറയുന്നത്.
അത് പോട്ടെ, അത് സ്വീകരിക്കാൻ മതത്തിൻ്റെ ചിഹ്നമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്കാക്കി തള്ളാം. അതിൻ്റെ അടിയിൽ 2 വാക്ക് എഴുതിയിട്ടുണ്ട്. സത്യമേവ ജയതേ എന്ന് പറയുന്നത് എവിടെ നിന്നെടുത്തതാണെന്നറിയാമോ? അത് ഭാരതത്തിൻ്റെ ഏറ്റവും നിങ്ങളീ പറയുന്ന മതത്തിൻ്റെ ഒരു ഉപനിഷത്തിലെ മന്ത്രമാണ്. സത്യമേവ ജയതേ നാനൃതം സത്യേന പന്ഥാ വിതതോ ദേവയഃ യേന കർമ്മന്ത്യർഷയോ ഹ്യാക്തകാമ യത്ര തത് സത്യസ്യ പരമം നിദാനം. ഇത് മുണ്ടകോപനിഷത്തിലെ 3-ാം അധ്യായത്തിലെ ഒരു മന്ത്രമാണ്. ഈ പറയുന്ന അതിലെ ആദ്യത്തെ വാക്യമാണ് സത്യമേവ ജയതേ നൃതം എന്ന് വെച്ചാൽ സത്യം മാത്രമാണ് ജയിക്കുന്നത്, അസത്യമല്ല. സത്യമാകുന്ന പന്ഥാവിലൂടെയാണ് മഹത്തുക്കൾ ദേവപദം പ്രാപിക്കുന്നത്. ദേവപദം പ്രാപിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് സ്വീകാര്യമാണോ എന്നുള്ളത് വേറെ കാര്യം. ദേവപദം പ്രാപിക്കുന്നത് എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് പരമസത്യത്തെ പ്രാപിക്കുന്നത്, അതായത് അദ്വൈതത്തെ, ആത്മീയതയെ പ്രാപിക്കുന്നത് ഈ സത്യത്തിൻ്റെ പന്ഥാവിലൂടെ സഞ്ചരിച്ചിട്ടാണ് എല്ലാവരും. നിങ്ങൾക്ക് ഈ പരമസത്യമെന്നും അദ്വൈതമെന്നും ആത്മീയതയെന്നും ഒക്കെ ഉള്ളത് സ്വീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇത് സ്വീകരിക്കാതെ ഭാരതത്തിൻ്റെ മുദ്രാവാക്യമായ സത്യമേവ ജയത എന്ന മുണ്ടകോപനിഷത്തിലെ മന്ത്രം സഖാക്കളെ നിങ്ങൾക്ക് എങ്ങനെ താങ്ങാൻ കഴിയും? നിങ്ങൾ ഭരണഘടനയെ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതെല്ലാം നിങ്ങളുടെ തലയിലേക്ക് ഏറ്റേണ്ടി വരും. ഒരു ഭാരതമാതാവിനെ തലയിലേറ്റാൻ മാത്രം പോലും സഹിക്കാൻ പറ്റാത്ത നിങ്ങൾ ഇതെല്ലാം എങ്ങനെ താങ്ങും എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. മറ്റൊന്ന്, പാർലമെന്റ് ഹൗസിന്റെ മുദ്രാവാക്യം എന്താണെന്നറിയാമോ? പാർലമെന്റിലേക്കാണല്ലോ നിങ്ങളുടെ MP-മാരടക്കം പോകുന്നത്. AK ഗോപാലൻ അടക്കം, പഴയ AKG അടക്കം. നിങ്ങളിപ്പോഴും ഒരാളോ 2 പേരോ മറ്റോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടെന്നാണ് തോന്നുന്നത് പാർലമെന്റിൽ. അതോ ആരുമില്ലയോ എനിക്കറിയില്ല. ഏതായാലും നിങ്ങൾക്കറിയാമല്ലോ, 1-2 പേരെങ്കിലും ഉണ്ടാകുമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ഇങ്ങനെയൊക്കെ ഉള്ളതാണോ എന്ന്. അതിൽ എഴുതി വെച്ചിരിക്കുന്ന അതിൻ്റെ മുദ്രാവാക്യം, അതായത് ഭാരത പാർലമെന്റിന്റെ മുദ്രാവാക്യം. മുണ്ടകോപനിഷത്തിന്റെ മുദ്രാവാക്യം മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിന്റെ മുദ്രാവാക്യമാണ് മുണ്ടകോപനിഷത്തിലേറെ. ഇനി പാർലമെന്റ് മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിനെ നയിക്കുന്ന പാർലമെന്റേറിയന്മാരുടെ സഭയാണല്ലോ പാർലമെന്റ്. ആ പാർലമെന്റിന്റെ മുദ്രാവാക്യം ധർമ്മചക്രപ്രവർത്തനായ എന്നാണ്. ധർമ്മചക്രപ്രവർത്തനായ എന്ന് പറഞ്ഞാൽ അത് സ്പീക്കറുടെ ഇരിപ്പിടത്തിന്റെ പിന്നിലായിരുന്നു. പുതിയ മണ്ഡപത്തിലേക്ക് അത് മാറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നേരത്തേത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അത് ബുദ്ധമതത്തിന്റെ ധർമ്മചക്രപ്രവർത്തന സൂത്രം. അത് പാലി ഭാഷയിൽ പറയുമ്പോൾ സൂത്രം എന്നേ ഉള്ളൂ. അങ്ങനെ ധർമ്മചക്രപ്രവർത്തന സൂത്രം അനേകം മന്ത്രങ്ങൾ സൂത്രങ്ങളായി സൂത്രരൂപത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതിനെയാണ് ധർമ്മചക്രപ്രവർത്തന സൂത്രം എന്ന് പറയുന്നത്. അതിലെ ഒരു മന്ത്രമാണ് ധർമ്മചക്രപ്രവർത്തനായ എന്നുള്ളത്. ധർമ്മം എന്ന വാക്ക് മതം എന്നാണ് ഹിന്ദിയിൽ നിങ്ങൾ അതിന് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ധർമ്മത്തെ സ്വീകരിക്കാൻ കഴിയുമോ? വെറുതെ പറയുന്ന ധാർമ്മികത എന്ന് പറയുന്ന വാക്കല്ല ഇത്. ധർമ്മം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ആത്മീയതയുടെ പ്രയോഗരൂപമാണ്. ആത്മീയതയെ അംഗീകരിക്കാൻ കഴിയാത്തവർക്ക് അതിൻ്റെ പ്രയോഗരൂപത്തെ എങ്ങനെ സ്വീകരിക്കാൻ കഴിയും? അത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്. മറ്റൊന്ന്, പാർലമെന്റിൻ്റെ പാർലമെന്റ് ഹൗസിൻ്റെ ഡോർ നമ്പർ 1 അതിൻ്റെ 1ാമത്തെ ഗേറ്റിൽ എഴുതി വെച്ചിരിക്കുന്ന മന്ത്രം ഞാൻ വായിക്കാം. ലോകദ്വാരം അപാവാർണു പശ്യേമത്വ വയംര എന്നാണ് ആ മന്ത്രത്തിൻ്റെ ഭാഗം. അതിൻ്റെ മുഴുവൻ പറഞ്ഞെന്നാൽ ഇങ്ങനെയാണ്: ലോകദ്വാരം അപാവാർണു പശ്യേമത്വ വയം രാഹും ആജ്യായോ ആ ഇതി എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ല, ആ മന്ത്രം മുഴുവൻ അതിൻ്റെ അർത്ഥം ഇതാണ്: അല്ലയോ അഗ്നേ, പ്രാർത്ഥനയാണ്. അഗ്നിയെ, വേദകാലത്തെ പ്രാർത്ഥനയാണ്. അല്ലയോ അഗ്നേ, പൃഥ്വിലോകത്തെ പ്രാപിക്കുന്നതിനുള്ള ദ്വാരത്തെ തുറക്കുക. രാജ്യത്തിനായിക്കൊണ്ട് ഞങ്ങൾ അങ്ങയെ കാണട്ടെ എന്ന് വെച്ചാൽ പാർലമെന്റ് തുറക്കുക എന്നാൽ ലോകത്തിന്റെ പ്രതിനിധികളാണല്ലോ അവിടെ ഇരിക്കുന്നത്, ഭാരതം എന്ന രാജ്യത്തിന്റെ പ്രതിനിധികൾ. അപ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഞങ്ങൾ കാണട്ടെ, ലോകത്തെ ഞങ്ങൾ കാണട്ടെ, ഈ ദ്വാരം തുറക്കുക എന്ന് ഭഗവാൻ സൂര്യനോടാണ് പ്രാർത്ഥന. ഇത് ഛാന്തോഗ്യോപനിഷത്തിലെ അധ്യായം 2
പല മന്ത്രങ്ങളിൽ ഒരു മന്ത്രമാണ് ഈ പറയുന്ന പാർലമെന്റ് ഹൗസിലെ രണ്ടാമത്തെ ഡോർ നമ്പർ 1 മുദ്രാവാക്യം. ഛാന്തോഗ്യോപനിഷത്തിലെ ഒരു മന്ത്രമാണ്. താങ്ങാൻ കഴിയുമോ നിങ്ങൾക്ക്? സ്വീകരിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ആലോചിക്കുക. മറ്റൊന്ന്, പാർലമെന്റ് സെൻട്രൽ ഹാളിൻ്റെ പ്രധാന കവാടത്തിൽ ഒരു രണ്ടാമത്തെ വാതിൽക്കൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് വേറെ ഒരു മന്ത്രമാണ്. അയം നിജ പരോവേതി ഗണനാ ലഘുചേതസാം ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം. എങ്ങനെ താങ്ങും? ഇത് പഞ്ചതന്ത്രത്തിലും ഉണ്ട്, മഹാഭാരതത്തിലുണ്ട്, പല പുസ്തകങ്ങളിലും ഉള്ളതാണ്, ഉപനിഷത്തിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇത് അയം നിജ പരോവേതി ഗണനാ ലഘുചേതസാം ഉദാരചരിതാനന്ദു വസുധൈവ കുടുംബകം. അതായത് അത് നിൻ്റേത് ഇതെൻ്റേത് എന്നൊക്കെ കണക്കാക്കുന്നത് സങ്കുചിത ബുദ്ധികളുടെ സ്വഭാവമാണ്. ഉദാരചരിതന്മാർക്ക്, വിശാല ബുദ്ധിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ ഒരൊറ്റ കുടുംബം തന്നെയാണ്. തൻ്റേതല്ലാത്ത അത് വെറും മനുഷ്യന് മാത്രമല്ല. ഭാരതീയ സങ്കല്പം അനുസരിച്ച് ലോകമേ തറവാട് തനിക്ക് ചെടികളും പുല്ലുകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ എന്നതൊരു ഭാരതീയ കവിക്ക് മാത്രമേ പാടാൻ കഴിയൂ. കാരണം എല്ലാ ജീവജാലങ്ങളും ഒരേ ഈശ്വരന്റെ അംശമാണെന്ന ദർശനം പ്രപഞ്ച ദർശനം ഹിന്ദുവിൻ്റേത് മാത്രമാണ്. അതുകൊണ്ടാണ് ലോകത്തിനെ മുഴുവൻ ഒരു കുടുംബമായിട്ട് കാണണം എന്ന് പറയുന്ന പഞ്ചതന്ത്രത്തിൽ അടക്കമുള്ള ഈ ഗ്രന്ഥത്തിലെ മന്ത്രത്തിനെ സ്വീകരിക്കാൻ കഴിയുമോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിന്റെ ലിഫ്റ്റ് നമ്പർ 1 അവിടെ എഴുതി വച്ചിരിക്കുന്നത്, അതായത് പാർലമെന്റിലേക്ക് പോകുന്ന ലിഫ്റ്റാണ്. ആ ലിഫ്റ്റിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്യം ഇതാണ്: ന സഭായത്ര ന സന്ധി വൃദ്ധാഃ ന തേ വൃദ്ധായേന വദന്തി ധർമ്മം നാസൗ ധർമ്മോ യത്ര ന സത്യമസ്തി ന തത് സത്യം യത് ഛലേനാപ്യുപേയം. അതൊരു നീണ്ട മന്ത്രമാണ്. ആ ശ്ലോകം മുഴുവനാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? അർത്ഥം അറിഞ്ഞാൽ പല ആൾക്കാരും പാർലമെന്റിൽ പോകാൻ തയ്യാറാവില്ല. അർത്ഥം ഞാൻ പറയാം. അത് മഹാഭാരതത്തിലെ ഈ അർജുനനും ഭീമനും യുധിഷ്ഠിരനും കൗരവരും ശ്രീകൃഷ്ണനും ഭീഷ്മരും ഒക്കെയുള്ള മഹാഭാരതത്തിലെ ഒരു ശ്ലോകമാണ്. ഉദ്യോഗപർവം എന്ന് പറയുന്ന ഒരു പർവത്തിലെ, അതിന് അധ്യായങ്ങൾക്ക് പർവം എന്നാണ് പറയുന്നത്. ഉദ്യോഗപർവത്തിലെ ഒരു മന്ത്രശ്ലോകമാണ് ഈ പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ്: വൃദ്ധനില്ലാത്ത സഭയല്ല എന്ന് പറഞ്ഞതിൽ എത്ര ഉന്നതമായ ആശയമാണെന്ന് ആലോചിച്ചു നോക്കുക. നമ്മളൊരു കാര്യം ആലോചിക്കാൻ, മഹത്തായ കാര്യങ്ങൾ തീരുമാനിക്കാൻ കൂടിയിരിക്കുന്ന ഒരു വലിയ സഭയിൽ വൃദ്ധരായ ആൾക്കാർ വേണം. എന്തിനാണത് വേണമെന്ന് മഹാഭാരതം പറയാൻ കാരണം, വൃദ്ധരായ ആൾക്കാർ ലോകം കണ്ടവരാണ്, ലോകത്തിൻ്റെ അനുഭവങ്ങളുള്ളവരാണ്. ഒരു ജീവിതകാലം മുഴുവൻ നേടിയ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏത് ശരി ഏത് തെറ്റ് എന്ന് പുസ്തകം നോക്കാതെ അനുഭവം കൊണ്ട് പറയാൻ കഴിയുന്നവരെയാണ് വൃദ്ധരെന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു കൂടിയാലോചനയ്ക്ക് വേണ്ട സഭ, ഉന്നതമായ കൂടിയാലോചനാ സമിതി കൂടുന്ന സ്ഥലത്ത് വൃദ്ധരായ ആൾക്കാർ വേണം. അത് ആദ്യത്തെ കാര്യം. പിന്നെ ആ വൃദ്ധരെങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ധർമ്മം പറയാത്ത വൃദ്ധനല്ല. പ്രായമേറും തോറും എന്തായി മാറണം? ധർമ്മബോധമുള്ള ആളായി മാറണം. ധർമ്മബോധം ഇല്ലെങ്കിൽ എത്ര പ്രായം ചെന്നാലും, നമ്മൾ നാട്ടിൻപുറത്ത് പറയാറില്ലേ, പട്ടിക്ക് പ്രായം ചെല്ലുന്നത് പോലെ എന്ന് പറയാറില്ലേ, അങ്ങനെ പ്രായമേറിയിട്ട് കാര്യമില്ല. എത്ര വയസ്സ്, 100 വയസ്സ് വരെ ജീവിച്ചോ, 120 വയസ്സ് ജീവിച്ചോ, 90 വയസ്സ് 80 വയസ്സ് ജീവിച്ചോ, ഷഷ്ടിപൂർത്തി കഴിഞ്ഞോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. പ്രായമേറും തോറും ധർമ്മബോധം വർദ്ധിച്ച് വരണം എന്നർത്ഥം. എന്ന് വെച്ചെന്നാൽ വൃദ്ധനില്ലാത്ത സഭയല്ല. ആ വൃദ്ധൻ എന്തായിരിക്കണം? ധർമ്മം പറയാത്ത വൃദ്ധനല്ല. പിന്നെയോ സത്യമല്ലാത്തതൊന്നും ധർമ്മമല്ല. പിന്നെ ഏതാണ് ധർമ്മം എന്ന് കണക്കാക്കാവുന്നത്? സത്യമായിരിക്കണം. നുണ പറഞ്ഞാൽ അത് ധർമ്മമില്ല. നിങ്ങൾക്ക് സത്യം പറയാതിരിക്കാം, പക്ഷെ നുണ പറയരുത്. നുണ പറഞ്ഞെന്നാൽ അത് ധർമ്മമല്ല. അതുകൊണ്ടാണല്ലോ ഈ എന്താണ് അശ്വത്ഥാമ ഹത കുഞ്ചര എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞപ്പോൾ കുഞ്ചര എന്ന് കൂട്ടിച്ചേർത്തത് എന്തുകൊണ്ടാ? അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറഞ്ഞത് സത്യമാണ്. പക്ഷേ താൻ നുണ പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അദ്ദേഹം വീണ്ടും പറഞ്ഞു കുഞ്ചര.
അതൊരാനയാണ് എന്നുകൂടി പറയേണ്ടി വന്നു. അപ്പോൾ ഒരിക്കലും നുണ പറയാനേ പാടില്ല. സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. സത്യമില്ലാത്തതിൽ നിന്ന് കാപട്യം മാത്രമേ ഉണ്ടാകൂ. കമ്മ്യൂണിസ്റ്റുകാർക്ക് അടക്കമുള്ള എല്ലാ പാർട്ടിയിലും പെട്ട ഈ ധർമ്മവിരുദ്ധരായ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പാർലമെന്റിൽ ഇത് വായിച്ചിട്ട് കയറാൻ പറ്റുമോ? അതുകൊണ്ട് അവരത് വായിക്കാതെ ഇരിക്കുന്നുണ്ടായിരിക്കും. ഏതായാലും പാർലമെന്റിൽ പോകുന്നവരൊക്കെ അനുഭവ സമ്പത്തുള്ളവരും ധർമ്മചിന്തയുള്ളവരും സത്യവാക്ക് പറയുന്നവരുമായിരിക്കണം പാർലമെന്റേറിയന്മാർ എന്ന ഈ മഹാഭാരതത്തിൻ്റെ ഉദ്യോഗപർവത്തിലുള്ള മന്ത്രമാണ്, ശ്ലോകമാണ് ഈ ലിഫ്റ്റിൻ്റെ മുഖച്ചുവട്ടിൽ എഴുതി വച്ചിരിക്കുന്നത്. അവിടെ തന്നെ ലിഫ്റ്റ് നമ്പർ 2 അവിടെ എഴുതി വച്ചിരിക്കുന്ന ശ്ലോകം സഭാം വാ ന പ്രവേഷ്ടവ്യം വക്തവ്യം വാ സമഞ്ജസം അബ്രുവൻ വിബ്രുവൻ വാപി നരോ ഭവതി കിൽബിഷി. ഇതാണ് എഴുതി വച്ചിരിക്കുന്നത്. അത് രസമാണ്. കമ്മ്യൂണിസ്റ്റുകാർ കത്തിക്കാൻ നടക്കുന്ന മനുസ്മൃതിയിലെ ശ്ലോകമാണ് അത്. എങ്ങനെ സഹിക്കും എൻ്റെ ദൈവമേ? മനുസ്മൃതിയിലെ ശ്ലോകം പാർലമെന്റിൽ താങ്ങാൻ പറ്റുമോ? അതിൻ്റെ അർത്ഥം ഇതാണ്. അർത്ഥം സഭയിൽ, അതായത് പ്രവേശിക്കുകയോ പ്രവേശിക്കാതിരിക്കുകയോ ചെയ്യാം. നിങ്ങൾക്ക് പാർലമെന്റിൽ പോകാതിരിക്കാം. പക്ഷേ സഭയിൽ ഇരിക്കുന്നെങ്കിൽ നേര് പറയണം. പാർലമെന്റിൽ ഇരിക്കുകയാണെങ്കിൽ നുണ പറയാൻ വേണ്ടി നമ്മൾ മലയാളത്തിൽ പല നുണകളും കേൾക്കുന്നുണ്ടല്ലോ പാർലമെന്റിലെ പ്രസംഗങ്ങളിൽ. അതിനെ ചില മന്ത്രിമാര്, നമ്മുടെ നിർമ്മല സീതാരാമനെ പോലെയുള്ള ആൾക്കാരൊക്കെ കൃത്യമായി നേര് പറഞ്ഞുകൊണ്ട് അതിനെ നേരിടുന്നതും നമ്മൾ കാണുന്നുണ്ട്. കേരളത്തിൽ നിന്ന് പോകുന്ന സഭാ അംഗങ്ങൾ നുണ പറയുകയും മറ്റു പല സ്റ്റേറ്റിൽ നിന്നും പോകുന്നവരും പറയുന്നുണ്ടാവും. എല്ലാ കേരളത്തിൻ്റെ മാത്രമല്ല. പക്ഷേ ആ നുണകളെയൊക്കെ സത്യം കൊണ്ട് നേരിടുന്ന നമ്മുടെ ഇന്നത്തെ മന്ത്രിമാരെ നമ്മൾ കാണുന്നുമുണ്ട്. ഈ മനുസ്മൃതിയിൽ പറയുന്ന കാര്യം അവിടെ എഴുതി വച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം സഭയിൽ പ്രവേശിക്കുകയോ പ്രവേശിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ സഭയിൽ ഇരിക്കുന്നെങ്കിൽ നേര് പറയണം. നേര് പറയാതിരിക്കുകയോ നുണ പറയുകയോ ചെയ്യുന്നവർ പാപിയായിത്തീരും. നിങ്ങൾ നേര് പറയണം, നുണ പറയാതിരിക്കുകയും വേണം എന്ന മനുസ്മൃതിയിലെ ശ്ലോകമാണ് പാർലമെന്റിൽ മറ്റൊരിടത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി വേറെ ഒന്ന് നമുക്ക് തീരെ പറ്റാത്തതാണ്. കോടതിയാണല്ലോ നമ്മൾ ഇപ്പോൾ എല്ലാവരും പറയും ഭരണഘടന, പിന്നെ പറയുന്നത് കോടതിയാണ്. കോടതിയെ കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിക്കുകയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. കോൺഗ്രസ്സുകാർ തീരെ അംഗീകരിക്കുന്നില്ല. കാരണം അവർ കോടതിയൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടാണല്ലോ കോൺഗ്രസ്സുകാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അതിൻ്റെ 50-ാം വർഷം ഈ ജൂൺ മാസം 25-ാം തീയതി വരാൻ പോവുകയാണ്. ആ കോടതിയുടെ മുദ്രാവാക്യം മോട്ടോ, ഭാരതത്തിൻ്റെ നിയമങ്ങൾ വിധിക്കുന്നതിൻ്റെ അതിൻ്റെ പരമോന്നത നീതിപീഠത്തിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഏതാണെന്നറിയുമോ? യഥോ ധർമ്മസ്തതോ ജയ. കേട്ടിട്ടുണ്ടോ? സഹിക്കാൻ പറ്റുമോ? ഇത് മഹാഭാരതത്തിൽ 2-3 പറയുന്നുണ്ട്. പിന്നെ ധൃതരാഷ്ട്രരോട് വിതുരര് പറയുന്നുണ്ട്, ദുര്യോധനനോട് ഗാന്ധാരി പറയുന്നുണ്ട്. അങ്ങനെ 2-3 സന്ദർഭത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അത് യഥോ എവിടെയാണോ ധർമ്മമുള്ളത് അവിടെയാണ് ജയമുണ്ടാവുന്നത്. യുദ്ധത്തിൽ ജയിച്ചു വരൂ എന്നല്ല ആശീർവദിക്കുന്നത്. പിന്നെയോ ധർമ്മം നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ ജയിക്കും എന്നാണ്. കോടതി നോക്കുന്നതും നോക്കേണ്ടതും നിയമം മാത്രം അരച്ച് കലക്കി കുടിച്ച് നിയമത്തിൻ്റെ വരികളെ മാത്രം വ്യാഖ്യാനിച്ച് വിധികൾ പുറപ്പെടുവിച്ചാൽ പോരാ. പിന്നെയോ ധർമ്മവും കൂടി പരിഗണിക്കണം. ധർമ്മത്തിൻ്റെ സംരക്ഷണത്തിനും നിലനിർപ്പിനും വേണ്ടിയായിരിക്കണം ധർമ്മവും നീതിയും നടപ്പാക്കുകയായിരിക്കണം കോടതിയുടെ ദൗത്യം, ഉത്തരവാദിത്വം എന്നുള്ളതിന്. ഇതിൽ കൂടുതലൊരു മുദ്രാവാക്യം പറയാൻ ലോകത്തിൽ എവിടെയെങ്കിലും കഴിയുമോ? നിയമം മാത്രമല്ല പരമപ്രധാനം, അതിനപ്പുറത്തേക്ക്, നിയമത്തിൻ്റെ താഴോട്ടല്ല, നിയമത്തിനെയും കടന്ന് ധർമ്മത്തിൻ്റെയും നീതിയുടെയും പക്ഷത്തേക്ക് നോക്കണം. മഹാഭാരതത്തിൽ അതിൽ ഗാന്ധാരി പറയുന്നത് എന്താണെന്നറിയുമോ? യഥകൃഷ്ണസ്തതോ ധർമ്മ യഥോ ധർമ്മസ്തതോ ജയ. യഥകൃഷ്ണസ്തതോ ധർമ്മ. എവിടെയാണോ കൃഷ്ണനുള്ളത് അവിടെ ആയിരിക്കും ധർമ്മമുണ്ടായിരിക്കുക. എവിടെയാണോ ധർമ്മമുള്ളത് അവിടെ ആയിരിക്കും വിജയമുണ്ടാവുക. ഗാന്ധാരി മകന് കൊടുക്കുന്ന നിർദ്ദേശമാണ്, ഉപദേശമാണ്. കൃഷ്ണൻ നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ, ശ്രീകൃഷ്ണ ഭഗവാൻ ഏത് പക്ഷത്താണോ അവിടെ ആയിരിക്കും ധർമ്മം. കാരണം ധർമ്മത്തിൻ്റെ പക്ഷത്ത് ഭഗവാൻ കൃഷ്ണൻ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ആ പക്ഷമാണ് ജയിക്കുക. അതിലെവിടെയാണോ നീ നിൽക്കുന്നത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം.
കോടതിക്ക്, പരമോന്നത നീതിപീഠത്തിന് ഇതിൽ കൂടുതൽ ഒരു മുദ്രാവാക്യം വയ്ക്കാൻ കഴിയുമോ? ഇന്ത്യൻ ആർമിയുടെ, ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യത്തിലൊന്നാണ് ഭാരതത്തിൻ്റെ ആർമി. ആ ആർമിയുടെ മുദ്രാവാക്യം എന്താണെന്നറിയുമോ? സേവാ പരമോ ധർമ്മ. സേവാ പരമോ ധർമ്മ എന്ന, അവിടെയും ധർമ്മമാണ് പറയുന്നത്. ഞങ്ങളുടെ ധർമ്മം സേവനമാണ്, കൊല്ലാനല്ല ആർമിയെ നിയോഗിച്ചിരിക്കുന്നത്, സേവനമാണ്, രാഷ്ട്രസേവനമാണ് എന്ന സംസ്കൃത വാക്യമാണ് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ മുദ്രാവാക്യം. ആ പട്ടാളത്തിൻ്റെ ഓരോ റെജിമെൻറ്റിനും വേറെ വേറെ വാക്യമുണ്ട്, അവരുടെ മുദ്രാവാക്യമുണ്ട്. ഓങ്കാളി ജയ് കാളി എന്നുണ്ട്, ഹരഹര മഹാദേവ എന്നുള്ളതൊക്കെ ഉണ്ട്, ഭാരത് മാതാ കി ജയ് എന്നുള്ളതുണ്ട്, ജയ് ഹിന്ദ് എന്നുള്ളതുണ്ട്. ഇതൊക്കെ ഓരോ റെജിമെൻറ്റിനും പ്രത്യേകം മുദ്രാവാക്യങ്ങളും ആദർശവാക്യങ്ങളും ഉണ്ട്. അതിനു മുന്നേ ഇതുണ്ട് എല്ലാ പട്ടാളത്തിനും കൂടെ വേണ്ടിയിട്ട്. ഇതൊക്കെ എങ്ങനെ സ്വീകരിക്കും നിങ്ങൾ? ഒന്ന് പറയേണ്ടതാണ്, നിങ്ങൾ വിശദീകരിക്കേണ്ട. അല്ലെങ്കിൽ നിങ്ങൾ ഭരണഘടന കത്തിക്കണം, ഇതൊന്നും സമ്മതമല്ല എന്ന് പറയണം. മതേതര വിരുദ്ധമാണിതെല്ലാം. കാരണം ഇതെല്ലാം മഹാഭാരതവും വേദവും ഉപനിഷത്തിനൊക്കെ അല്ലേ. വേറെ ഉണ്ട്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ മുദ്രാവാക്യം എന്താണെന്നറിയാമോ? അപ്പം നമ്മുടെ സിന്ദൂർ അതിന് തിരിച്ചടിച്ച പാകിസ്ഥാൻ്റെ ശക്തി കേന്ദ്രങ്ങളെയും ഭീകരവാദ കേന്ദ്രങ്ങളെയും തകർത്ത ആകാശ നൗക എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആ ആകാശ സൈന്യത്തിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് നഭസ്പൃശം ദീപ്തം. എവിടുന്നെടുത്തതാണെന്നറിയാമോ? ഭഗവത്ഗീതയിലെ വിശ്വരൂപ ദർശന യോഗം എന്നൊരധ്യായമുണ്ട്. 18 അധ്യായത്തിലെ ഒരധ്യായമാണ്, 11ാം അധ്യായമാണ് വിശ്വരൂപ ദർശന യോഗം. അതിനകത്തെ ഒരു ശ്ലോകമാണ്, അതിലെ ആദ്യത്തെ വരിയാണ്. ആ ശ്ലോകം ഞാൻ വായിക്കാം. നുണയാണോ നേരാണോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. നഭസ്പൃശം ദീപ്തമനേകവർണം വ്യാപ്താനനം ദീപ്ത വിശാലനേത്രം ദൃഷ്ട്വാഹി ത്വാം പ്രവ്യഥിതാന്തരാത്മാ ധൃതിം ന വിന്ദാമി ശമം ച വൃഷ്ണോ. അർജുനൻ പേടിച്ചുപോയി. ഈ വിശ്വരൂപം കണ്ട് ഇങ്ങനെ ആളിക്കത്തുന്ന 1000 സൂര്യന്മാർ ഒന്നിച്ച് കത്തി ഉയർന്നതുപോലെയുള്ള മഹാപ്രഭാപൂരം കണ്ട് അന്തം വിട്ടുപോയ അർജുനൻ പറയുകയാണ്, ഇതിനെ ഒന്ന് ശമിപ്പിക്കുക. അതിൻ്റെ അർത്ഥം ഇതാണ്: ആകാശം മുട്ടി വളർന്നു നിൽക്കുന്നവനും തേജസ് കൊണ്ട്, അതായത് പ്രകാശം കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്നവനും നാനാവർണ്ണ സമുജ്വലനും വായ പിളർന്നവനും ജ്വലിക്കുന്ന വിശാലകാമായ കണ്ണുകളോട് കൂടിയവനുമായ അങ്ങയെ കണ്ട് ഭയാകുലചിത്തനായ എനിക്ക് ധൈര്യവും സമാധാനവും പ്രാപിക്കാൻ കഴിയുന്നില്ല, ഒന്നും സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇതിനെ ശമിപ്പിക്കണം എന്നാണ് പിന്നീട് പറയുന്നത്. വിശ്വരൂപ ദർശന യോഗം, ഭഗവത്ഗീത, ഭഗവാൻ കൃഷ്ണൻ, അർജുനൻ. സമ്മതമാണോ? പറയേണ്ടത് നിങ്ങളാണ്. വേറെ ഒന്ന്, ഇന്ത്യൻ നേവിയുടെ, അതായത് നമ്മുടെ പടക്കപ്പലുകളുടെ മുദ്രാവാക്യം, മോട്ടോ എന്ന് പറയുന്നത് ശം വരുണ. ശം വരുണ എന്ന് പറയുന്നതും ഒരു ഉപനിഷത്ത് വാക്യമാണ്. അത് വരുണദേവന്, അതിൻ്റെ അർത്ഥം ഇതാണ്: വരുണദേവ ഞങ്ങൾക്ക് മോക്ഷം തരണേ, വരുണദേവ ഞങ്ങൾക്ക് മോക്ഷം തരണേ. ജലദേവതയോട് പറയുകയാണ്, വരുണ ഭഗവാൻ. സ്വീകാര്യമാണോ വരുണ സങ്കല്പം, വരുണദേവൻ എന്ന സങ്കല്പം? ആ മന്ത്രം മുഴുവൻ ഞാൻ വായിക്കാം. ഓം ശം നോ മിത്ര ശം വരുണ ശം നോ ഭവത്വരിയമ ശം ന ഇന്ദ്രോ ബൃഹസ്പതി ശം നോ വിഷ്ണുരുക്രമ നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഹൃദം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാവവതു തദ്വക്താരമവതു അവതു മാം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വീകാര്യമാണോ? അതായത് മിത്രൻ, വരുണൻ, അര്യമാവ്, ഇന്ദ്രൻ, ബൃഹസ്പതി, വിഷ്ണു ഇവരെല്ലാം നമുക്ക് സുഖകാരികളായി തീരട്ടെ. ബ്രഹ്മത്തിന് നമസ്കാരം. അല്ലയോ വായോ, അങ്ങേക്ക് നമസ്കാരം. അങ്ങ് തന്നെ പ്രത്യക്ഷ ബ്രഹ്മമാകുന്നു. അങ്ങയെ തന്നെ പ്രത്യക്ഷ ബ്രഹ്മമായി പറയുന്നു. ഹൃദമായും സത്യമായും പറയുന്നു. ആ ബ്രഹ്മരൂപിയായ വായു എന്നെ രക്ഷിക്കട്ടെ, ആചാര്യനെ രക്ഷിക്കട്ടെ, എന്നെയും ആചാര്യനെയും രക്ഷിക്കട്ടെ. ഓം ശാന്തി ശാന്തി ശാന്തി. അതായത് ശം വരുണ, അല്ലയോ വരുണദേവ
ഞങ്ങൾക്ക് മോക്ഷം തരണേ, ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന ഈ പറയുന്ന തൈത്തിരിയ ഉപനിഷത്തിലെ ശാന്തി മന്ത്രം എന്ന് പറയും, ശാന്തി പാഠം എന്നും പറയും. തൈത്തിരിയ ഉപനിഷത്ത് സ്വീകാര്യമാണോ? നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. മറ്റൊന്ന്, പിന്നെ ഓൾ ഇന്ത്യ, ഞാൻ പറഞ്ഞതിൽ ഒത്തിരി ഉണ്ട്, അത് മുഴുവൻ ഞാൻ പറയുന്നില്ല. ഓൾ ഇന്ത്യ റേഡിയോ, അതിൻ്റെ മുദ്രാവാക്യം ബഹുജന ഹിതായ എന്ന മന്ത്രമാണ്. ബഹുജന ഹിതായ ബഹുജന സുഖായ ച. ഈ പെട്ടിക്കകത്തുകൂടി വരുന്നതൊക്കെ ബഹുജനങ്ങൾക്ക് സുഖം തരുന്നതായിരിക്കണം, പോരാ അവർക്ക് നന്മ വരുത്തുന്നതും കൂടി ആയിരിക്കണം. ചാനലുകാർക്ക് ഒന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത്. പക്ഷെ ദൂരദർശൻ്റെ മുദ്രാവാക്യമായി പറയുന്നത് അതിനകത്തുകൂടി വരുന്നതൊക്കെ ജനങ്ങൾക്ക് സുഖകരമായതുമായിരിക്കണം, അവർക്ക് ഗുണകരമായതുമായിരിക്കണം. ഇത് എവിടുന്ന് എടുത്തതാണെന്നറിയാം? ഋഗ്വേദ മന്ത്രമാണ്. ബഹുജന സുഖഹിതായ ബഹുജന ഹിതായ ബഹുജന സുഖായ ച എന്നുള്ളത് ഋഗ്വേദ മന്ത്രമാണ്. ഇനി ദൂരദർശൻ്റെ മന്ത്രം ഒട്ടും സ്വീകരിക്കാൻ പറ്റുന്നതല്ല. സത്യം ശിവം സുന്ദരം, ഇതാണ് അതിൻ്റെ മന്ത്രം. സമ്മതമാണോ? സത്യമായിരിക്കണം കാര്യം. ഈ ദൂരദർശൻ, അതാണ് പെട്ടി. മറ്റേ ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറയുന്നത് കേൾക്കുന്നതാണ്. കേൾക്കുന്നതൊക്കെ സുഖകരമായിരിക്കണം, കേൾക്കുന്നതൊക്കെ നല്ലതായിരിക്കണം, ഗുണം ചെയ്യുന്നതായിരിക്കണം. ഇനി ദൂരദർശൻ പെട്ടിക്കകത്തൂടെ വരുന്നതോ സത്യമായതായിരിക്കണം പെട്ടി കൂടെ വരുന്നത്, പോരാ. ശിവം, ശിവം എന്ന് പറഞ്ഞെന്നാൽ ഉണ്മയുള്ളതായിരിക്കണം, ആത്മീയമായിരിക്കണം, പോരാ അത് സുന്ദരവും കൂടിയായിരിക്കണം. ഇങ്ങനെയാണ് ദൂരദർശൻ്റെ മുദ്രാവാക്യം. LIC ഇപ്പോഴാണല്ലോ ഒത്തിരി, പിന്നെ എന്താണ് ഈ ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഉണ്ടായത്. LIC ആണല്ലോ സർക്കാരിൻ്റെ ഇൻഷുറൻസ് കമ്പനി. ആ LICയുടെ മുദ്രാവാക്യം ഏതാണെന്ന് അറിയാമോ? അതിൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ കൈ പിടിച്ചിട്ടുള്ള ഒരു എംബ്ലം, അതിൻ്റെ അടിയിലൊരു സംസ്കൃതം വരി എഴുതിയിട്ടുണ്ട്. ആ വരി ഏതാണെന്ന് അറിയാമോ? യോഗക്ഷേമം വഹാമ്യഹം. അത് ഭഗവത്ഗീതയിലെ 9-ാം അധ്യായത്തിലുള്ള ഒരു ശ്ലോകമാണ്, ഒരു മന്ത്രമാണ്. അനന്യ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുദ്ധാനാം യോഗക്ഷേമം വഹാമ്യഹം. ഞങ്ങളെ ഏൽപ്പിച്ചാൽ മതി കാര്യങ്ങൾ, ഇൻഷുറൻസ് എടുത്താൽ മതി, നിങ്ങളുടെ യോഗവും ക്ഷേമവും, നിങ്ങളുടെ ഈ നാട്ടിലെ ജീവിതത്തിൻ്റെ സുഖവും, നിങ്ങൾക്ക് മോക്ഷം കിട്ടുന്നതിനുള്ള, എന്ന് വെച്ചാൽ സുഖകരമായ ജീവിതമാണല്ലോ മോക്ഷം. ആ സുഖവും മോക്ഷവും തരാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റിരിക്കുന്നു. ഞങ്ങളെ ഒരു ശങ്കയും കൂടാതെ ആശ്രയിച്ചോളൂ എന്നാണ് അതിൽ പറയുന്നത്. ഭഗവത്ഗീത സ്വീകാര്യമാണോ? ഭരണഘടനയിലെ കാര്യങ്ങൾ, ഇതെല്ലാം ഭരണഘടനാ സംബന്ധിയായ കാര്യങ്ങളാണ്. ഇനി ഒരെണ്ണവും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം, കാരണം ഒത്തിരി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. IAS സിവിൽ സർവീസ്, നമ്മുടെ എക്സിക്യൂട്ടീവിൻ്റെ മുദ്രാവാക്യം, മോട്ടോ. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പാർലമെൻറ്റ്, നിയമം, അതുപോലെ കോടതി, എക്സിക്യൂട്ടീവ്, ഇത് മൂന്നുമാണല്ലോ. നിയമനിർമ്മാണ സഭ, നിയമം വ്യാഖ്യാനിക്കുന്ന, അത് നിർദ്ദേശിക്കുന്ന സ്ഥാപനം, അതിന് എക്സിക്യൂട്ട് ചെയ്യുന്ന സഭ, ഇങ്ങനെ മൂന്നാണല്ലോ. ഈ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന സിവിൽ സർവീസിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് യോഗക്ഷേമം വഹാമ്യഹം, അല്ല അതെ, യോഗക്ഷേമം വഹാമ്യഹം എന്നുള്ളതാണ്. യോഗക്ഷേമം വഹാമ്യഹം, യോഗ കർമ്മസു കൗശലം, അതാണ് IASൻ്റെ സിവിൽ സർവീസിൻ്റെ മുദ്രാവാക്യം. യോഗ കർമ്മസു കൗശലം, നന്നായി കർമ്മം ചെയ്യുന്നത് തന്നെയാണ് യോഗം, അതായത് മോക്ഷം. ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത്, ഈശ്വര പൂജ എന്ന് പറയുന്നത്, നിങ്ങൾ വേറെ ഈശ്വരനെ പൂജിക്കാൻ പോകണ്ട, നിങ്ങൾക്ക് മോക്ഷം കിട്ടാൻ വേറെ കാര്യം ഒന്നും ചെയ്യാൻ വേണ്ട. പിന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ നന്നായി കുശലതയോടുകൂടി വിജയകരമായി നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എടുത്താൽ മാത്രം മതി എന്നാണ്. കർമ്മത്തിലുള്ള സാമർഥ്യം അത് തന്നെയാണ് യോഗം എന്നാണ് ഭഗവത്ഗീതയുടെ മന്ത്രമാണ് സിവിൽ സർവീസിൻ്റെ മുദ്രാവാക്യം. ഇനി ഞാൻ പറയാതെ വിടുന്നത്, കാരണം ഒത്തിരി ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, പറയാതെ വിടുന്നത് ഇത് മുഴുവനാണ്. ഏത്? നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ, നമ്മുടെ സർവകലാശാലകളുടെ, കേരളത്തിലെ അടക്കമുള്ള സർവകലാശാലകളുടെ, IITകളുടെ, വലിയ വലിയ ആശുപത്രി സ്ഥാപനങ്ങളുടെ, സർക്കാർ സ്ഥാപനങ്ങളുടെ മുഴുവൻ, അതുപോലെ സർക്കാരിൻ്റെ മേൽനോട്ടത്തിലുള്ള അത്തരം സ്ഥാപനങ്ങളുടെ മുഴുവൻ മോട്ടോകൾ എടുത്തുകൊള്ളുക, മുദ്രാവാക്യങ്ങൾ എടുത്തുകൊള്ളുക, ആദർശവാക്യങ്ങൾ എടുത്തുകൊള്ളുക. ഞാനീ പറഞ്ഞതെല്ലാം 6 തരം പുസ്തകങ്ങളിൽ നിന്നെടുത്തതാണ്.
അതൊന്ന് വേദം, ഉപനിഷത്ത്, രാമായണം, ഞാൻ അതിനെ മുഴുവൻ പറഞ്ഞിട്ടില്ല, മഹാഭാരതം, ഭഗവത്ഗീത, മനുസ്മൃതി. ഇത് കൂടാതെ ഇപ്പോൾ പുരാണങ്ങളിൽ നിന്നും പഞ്ചതന്ത്രങ്ങളിൽ നിന്നും ഒക്കെ ഉള്ളത് വേറെയുമുണ്ട്. ഈ ഗ്രന്ഥങ്ങളിൽ നിന്നെടുത്ത മന്ത്രങ്ങളും മുദ്രാവാക്യങ്ങളുമാണ് ഭാരത സർക്കാരിൻ്റെ ഭരണഘടനയുടെയും ഭരണഘടനാ സ്ഥാപനങ്ങളുടെയും ഒക്കെ മുദ്രാവാക്യങ്ങൾ. ഒരു ചിത്രത്തെ സ്വീകരിക്കാൻ മടിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ, ഭാരതമാതാവെന്ന സങ്കല്പത്തെ സഹിക്കാൻ കഴിയാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ, ഇപ്പോൾ കോൺഗ്രസ്സുകാർ ആ കൂടെയാണെന്ന് പറയുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് ഭരണഘടന സ്വീകരിക്കാൻ കഴിയുന്നത്? ഇത്രയധികം പുരാണങ്ങളും ഉപനിഷത്തുക്കളും ഇതിഹാസങ്ങളും എല്ലാം കെട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്ന ഭരണഘടന തലയിൽ ചുമന്ന് നടക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അങ്ങനെ തലയിൽ ചുമന്ന് നടക്കുന്ന അതിനകത്തെ എന്താണെന്ന് അറിയാതെ, അതിനകത്തുള്ള അതിൻ്റെ മഹത്വം എന്ത് എന്ന് തിരിച്ചറിയാതെ ചുമന്ന് നടക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയാറുള്ള ഒരു പഴഞ്ചൊല്ല് പണ്ടുകാലം തൊട്ട് പറയുന്നതാണ്. കുങ്കുമം ചുമക്കുന്ന കഴുത എന്നൊരു പ്രയോഗമുണ്ട്. എന്താണ് കുങ്കുമം ചുമക്കുന്ന കഴുത എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? കുങ്കുമം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കളിൽ ഒന്നാണ് കുങ്കുമം. അതിന് ഭയങ്കര വിലയാണ്, 10,000 രൂപ വിലയുണ്ട്. അത് കിലോ കണക്കിനൊന്നുമല്ല, ഗ്രാം കണക്കിനേ ഉള്ളൂ. അതിന് പോലും വലിയ വലിയ വിലകളാണ്. അത്രയും വലിയ വിലയുള്ള കുങ്കുമം അത് പാത്രത്തിലാക്കി കഴുതപ്പുറത്ത് വെച്ച് കൊണ്ടുപോകുമ്പം ആ കഴുത അറിയുന്നുണ്ടോ ഞാൻ ചുമക്കുന്ന സാധനം ഇത്രയും വലിയ വിലയുള്ള സാധനമാണെന്ന് ആ കഴുത അറിയുന്നുണ്ടോ എന്ന അറിവുള്ളവർ ചോദിക്കുന്നത് പോലെയാണ് ഭരണഘടനയുടെ ഉള്ളിൽ ഇത്രയും മഹത്തായ ഹിന്ദു പാരമ്പര്യമാണ്, ഹൈന്ദവ ദർശനമാണ്, ആധ്യാത്മിക ദർശനമാണ്, ഹിന്ദുവിൻ്റെ സംസ്കാരത്തിൻ്റെ ഈടുവെപ്പുകളാണ് പാർലമെന്റിലും ഭരണഘടനയിലും വരച്ചും എഴുതിയും ചേർത്തിരിക്കുന്നത് എന്ന് അറിയാതെ ഭരണഘടനയാണ് ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ, ഭാരതമാതാവിനെ അംഗീകരിക്കില്ല എന്ന് പറയുന്ന സഖാക്കളോടും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട കോൺഗ്രസിലൊക്കെ പെട്ട സുഹൃത്തുക്കളോടും സഹതപിക്കുകയേ നിർവാഹമുള്ളൂ. ദയവായി നിങ്ങളുടെ നേതാക്കന്മാരോടെങ്കിലും ഇതെപ്പോഴെങ്കിലും ഒന്ന് തുറന്ന് അതിനകത്ത് അടക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണമേ. ഞങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വിഡ്ഢിത്തങ്ങളൊക്കെ വിളിച്ചു പറയേണ്ടി വരുന്നത് നാട്ടിൽ നാണക്കേടുണ്ടാക്കും. പുറത്തിറങ്ങി 4 മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാണ്ടാവും. അതുകൊണ്ട് ദയവായി ഈ പാർലമെന്റിലും ഭരണഘടനയിലും ഒക്കെ ഉള്ളത് എന്താണെന്ന് ഒന്ന് വ്യാഖ്യാനിച്ച് തരണം എന്ന് നിങ്ങളുടെ അഖിലേന്ത്യാ നേതാക്കന്മാരോടോ ഈ ഭരണഘടന ഉണ്ടാക്കിയതിനെ അതിൻ്റെ പിന്തുടർച്ചക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടോ ഒക്കെ നിങ്ങളൊന്ന് ചോദിക്കണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിനകത്തൊന്നിൽ പോലും RSSകാരുണ്ടായിരുന്നില്ല. RSS പറയുന്ന ഹിന്ദുത്വം എന്ന് പറയുന്നത് ഭരണഘടന പ്രഖ്യാപിച്ചിട്ടുള്ള ഹിന്ദുത്വം തന്നെയാണ്. നമസ്കാരം.